ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു 3-in-1 പ്രൊഡക്റ്റ് ആണ്. അതായത് നമുക്ക് മൊബൈൽ ഫോണ് വയർലെസ് ആയിട്ട് ചാർജ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൽ തന്നെ ഒരു ഇൻബോക്സ് സ്പീക്കറും വരുന്നുണ്ട്. കൂടാതെ ഇതൊരു മിറർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബോക്സ് വരുന്നത്. ഈ ഒരു ബോക്സിനുള്ളിലായിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇതൊരു സിംഗിൾ പ്രൊഡക്റ്റ് നമുക്ക് 3-in-1 യൂസേജുമായിട്ടാണ് വരുന്നത്. ഏതായാലും നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് പ്രൊഡക്റ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ബോക്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. മാക്സ് എന്ന കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. അതുപോലെ QLED മിറർ, വയർലെസ് ചാർജിങ് ആൻഡ് ബ്ലൂടൂത്ത് സ്പീക്കർ, മെയ്ഡ് ഫോർ QI എനേബിൾഡ് ഡിവൈസ് ഫോർ ആൻഡ്രോയിഡ് ആൻഡ് iOS എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 10 വാട്ട് ഫാസ്റ്റ് ചാർജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡ് വശത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു പിൻഭാഗത്തിൻ്റെ ഒരു അടിപൊളി പിക്ചർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിൻവശത്തായിട്ട് ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മറ്റൊരു വശത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു LED വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിക്ചറും കാണാൻ സാധിക്കും. LED ഡെസ്ക് ലാമ്പ്, അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. നമുക്കൊന്ന് പതുക്കെ ഇതിൽ നിന്നും റിമൂവ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ഇത് പാക്കിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ് വരുന്നത്. ഇതൊന്ന് മാറ്റി വെച്ച് മറ്റെന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. ഇതിനൊരു ചെറിയ ബോക്സിനുള്ളതായിട്ടാണ് മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിലായിട്ട് നമുക്കൊരു മിറർ കൂടി കാണാൻ സാധിക്കും. ഒരു ചെറിയൊരു മിറർ കൂടി ഇതിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലായിട്ട് ഒരു ചാർജർ കൂടി കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ബോക്സിലായിട്ട് ഒരു Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെയാണ് ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ലഭിച്ച പ്രൊഡക്റ്റ്. ഒരു സ്റ്റാൻഡ് ലാമ്പ് പോലെയുള്ളൊരു പ്രൊഡക്റ്റാണിത്. നമുക്ക് ടേബിളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാമ്പ് പോലെയുള്ള ഒരു പ്രൊഡക്റ്റാണ്. കൂടാതെ ഇതിലായിട്ട് 3 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇതിനുള്ളിൽ തന്നെ നമുക്ക് സ്പീക്കർ യൂണിറ്റും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്ക് നോക്കാം. കാഴ്ചയിൽ നമുക്ക് ടേബിളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ലാമ്പ് രൂപത്തിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ താഴ്വശത്തായിട്ട് നമുക്ക് മാക്സ് എന്നൊരു ലേബിൾ കാണാം. ഇതിന്മേലായിട്ട് നമുക്ക് വയർലെസ് ചാർജിങ്ങിനുള്ള സംവിധാനമാണ് കൊടുക്കുന്നത്. ഇതിലായിട്ട് നമുക്ക് ആൻഡ്രോയിഡിൽ 10 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും അതുപോലെ തന്നെ iOS ഡിവൈസ് ഒക്കെ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7.5 വാട്ട് ചാർജിങ്ങുമാണ് ലഭിക്കുന്നത്. കൂടാതെ ഇതിന് താഴെയായിട്ട് 4 ഓപ്ഷൻസും അതുപോലെ തന്നെ 6 ഡോട്ടുകളും കാണാൻ സാധിക്കും. ഇതിലെ ഓരോരോ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ വരുന്നത് ബ്ലൂടൂത്ത് ഓൺ ഓഫ് ഓപ്ഷനും, രണ്ടാമത്തേത് നമ്മുടെ പിൻഭാഗത്തെ LED ഓപ്ഷന്, മൂന്നാമത്തേത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തെ LED ഓപ്ഷന്, നാലാമത്തേത് LED ടേൺ ഓഫ് 1 hour സെറ്റ് ചെയ്യുന്നുള്ള ഓപ്ഷനാണ്. മുകളിലെ ഈ 6 ഡോട്ടുകൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ചെറുതിൽ നിന്നും വലുതിലേക്കാണ് പോയിട്ടുള്ളത്. അതായത് LED ബ്രൈറ്റ്നസ് ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുവഴി നമുക്ക് LED പ്രകാശിപ്പിച്ചതിന് ശേഷം നമുക്ക് ഓരോരോ ഡോട്ടിലായിട്ട് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ LED ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും. ചെറിയ ഡോട്ടിൽ ടച്ച് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള LEDയും അതുപോലെ തുടർന്നുള്ള ഡോട്ടുകളായിട്ട് പോകുമ്പോൾ LED പ്രകാശം കൂടിയിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള LED നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിലായിട്ട് 2 LED ആണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഈ പിൻവശത്തായിട്ടും ഒരു LED യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ സ്പീക്കറാണ് ഇതിന്റെ സെന്ററിൽ കൊടുത്തിട്ടുള്ളത്. JBLൊക്കെ സ്പീക്കറിന് കൊടുത്ത പോലെ നല്ലൊരു ക്ലോത്ത് ഡിസൈൻ കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഈ സ്പീക്കർ വരുന്നത്. ഇതിന് ചുറ്റുമായിട്ടാണ് നമ്മുടെ LED വരുന്നത്. ഫ്രണ്ട് പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മിറർ കാണാൻ സാധിക്കും. ഇതൊരു 2 മിററുകളാണ്. ഇതുപോലെ നമുക്ക് ഊരിയിട്ട് ഇതൊരു സിംഗിൾ മിററായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡോട് കൂടിയിട്ടാണ് അറ്റാച്ച് ആയി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ചാൽ ഇതിവിടെ അറ്റാച്ച് ആയി. ഇതിൽ നമുക്ക് സൂം ആയിട്ടുള്ള കുറച്ച് പിക്ചറാണ് കാണാൻ സാധിക്കുക. നമ്മുടെ മുഖമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സൂം ആയിട്ടാണ് ഈ ഒരു ചെറിയ മിററിൽ കാണുക. നോർമൽ മിററിൽ നിന്നും ചെറിയ മിററിലേക്ക് മാറുമ്പോഴുള്ള മാറ്റം അതാണ് വരുന്നത്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് ബോർഡറിലായിട്ടാണ് ഇതിന് ഫ്രണ്ട് പാർട്ടിലെ LED കൊടുക്കുന്നത്.
ഇതിലേക്കുള്ള ഇൻപുട്ട് വരുന്നത് ഇതിന്റെ പിൻവശത്തായിട്ടാണ്. ഒരു ടൈപ്പ് സി ഇൻപുട്ട് സ്ലോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇൻബോക്സ് ആയിട്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ഇതിലേക്കുള്ള ടൈപ്പ് സി പോർട്ട് വഴി ചാർജിങ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിലായിട്ട് ഫസ്റ്റത്തെ ഓപ്ഷനായ ബ്ലൂടൂത്ത് വഴി നമുക്കൊന്ന് കണക്ട് ചെയ്ത് സ്പീക്കർ ക്വാളിറ്റി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. Bluetooth connected. Feel uninvited. Left home in West LA. I'm not excited. So uninspired. On my way to play the bay while you're alone. This girl's a wonder. She loves me, yeah, she needs to know I love her. I wonder if we'll make it through this summer. Just wanna touch like back when we were younger. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ഒരു സ്പീക്കർ ക്വാളിറ്റി എന്ന് പറയുന്നത്. അത്ര വലിയ സൗണ്ട് ഒന്നും ഇല്ലെങ്കിലും ഉള്ള സൗണ്ട് നല്ല ക്വാളിറ്റി ക്രിസ്പി ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇതിലെ LED കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ഫസ്റ്റത്തെ LED ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ LED പ്രകാശിക്കുന്നത് കാണാൻ സാധിക്കും. ഇതിന് ചുറ്റുമായിട്ട് നല്ല വൈറ്റ് നിറത്തിലാണ് ഫ്രണ്ട് പാർട്ടിലെ LED കൊടുത്തിട്ടുള്ളത്. ഇനി പിൻവശത്തെ LED പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ടാമത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു LED കൊടുത്തിട്ടുള്ളത് ഒരു വാം നിറത്തിലാണ്. സാധാരണ ഫ്രണ്ട് LED പോലെ ഒരു വൈറ്റ് LED അല്ല, ഒരു വാം നിറത്തിലുള്ള LED ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് തന്നെ നമുക്ക് പ്രകാശം വേണമെങ്കിൽ ക്രമീകരിക്കാനും സാധിക്കും. കൂടാതെ 1 hour എന്നുള്ള ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 hour വരെ തുടർച്ചയായിട്ട് വർക്ക് ചെയ്യിപ്പിക്കൊണ്ട് ഓട്ടോ ഓഫ് ഓപ്ഷനും ഇതിൽ നൽകുന്നുണ്ട്. ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടാതെ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഖത്തറിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സ്റ്റോറുകളുടെ ഡീറ്റെയിൽസ്, ഇതിന്റെ പ്രൈസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.